സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. വത്തിക്കാന്റെ താക്കീത് അനുസരിക്കാനുള്ള സുബുദ്ധി ജർമ്മനിയിലെ കത്തോലിക്ക സഭാ നേതൃത്വം കാട്ടുമോ? സ്വവർഗ വിവാഹത്തിന്റെയും വനിതാ പൗരോഹിത്യത്തിന്റെയും കാര്യത്തിൽ തിരുസഭയെ ധിക്കരിച്ച് അവർ മുന്നോട്ട് പോകുമോ? ഇല്ലെന്ന് പ്രത്യാശിക്കുക. ജർമ്മൻ സിനഡൽ വേ എന്നറിയപ്പെടുന്ന ജർമ്മൻ സഭാ നേതൃത്വത്തിന്റെ ചർച്ചകളുടെയും ഒടുവിൽ അവർ അംഗീകരിച്ച രേഖകളുടെയും ചുരുക്കം തിരുസഭയുടെ 2 പ്രമാണ പാഠങ്ങൾക്ക് എതിരാണ്. അതീവ ഗുരുതരമായ വിധത്തിൽ എതിരെ. സ്വവർഗ വിവാഹം കുദാശയായി ആശീർവദിക്കണമെന്നും സ്ത്രീകളെ ഡീക്കന്മാരായി അഭിഷേകം ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളോട് യോജിക്കുന്ന രേഖയാണ് സിനഡൽ അസംബ്ലി അംഗീകരിച്ചത്. ആർച്ച് ബിഷപ്പുമാരും സഹായ ബിഷപ്പുമാരും അൽമായ പ്രതിനിധികളും ഉൾപ്പെട്ട സിനഡൽ അസംബ്ലി ഇത്തരമൊരു രേഖയെ വലിയ ഭൂരിപക്ഷത്തോടെ പിന്തുണച്ചു. തിരുത്തുന്നില്ലെങ്കിൽ സാർവത്രിക കൂട്ടായ്മയിൽ നിന്ന് സ്വയം പുറത്താക്കപ്പെടുന്നതിലേക്ക് വരെ നയിച്ചേക്കാവുന്നതും അനേകരെ വഴിതെറ്റിക്കുന്നതുമായ വലിയ പിഴ. സാർവത്രിക സഭയിൽ അത് സൃഷ്ടിച്ചിട്ടുള്ള നടുക്കവും വേദനയും ചെറുതല്ല. കത്തോലിക്ക സഭയിൽ സ്ത്രീ പൗരോഹിത്യമില്ല എന്ന് ജോൺ പോൾ II മാർപ്പാപ്പ 1994 ഖണ്ഡിതമായി പ്രഖ്യാപിച്ചത് ആധുനിക കാലഘട്ടത്തിലെ ഇത്തരം പ്രവണതകളെയും ന്യായവാദങ്ങളെയും കണക്കിലെടുത്ത ശേഷം തന്നെയാണ്. സ്ത്രീ പൗരോഹിത്യം അനുവദിക്കാൻ കത്തോലിക്ക സഭയിലെ ആർക്കും, മാർപ്പാപ്പ വരെ ഒരാൾക്കും അധികാരമില്ല എന്നാണ് ജോൺ പോൾ II പാപ്പ വ്യക്തമാക്കിയത്. അതറിയുന്നവർ തന്നെയാണ് ജർമ്മൻ സഭയിലുള്ളവരെല്ലാം. എന്നിട്ടും തിരുസഭ തിരുപ്പട്ട കുദാശയുടെ പ്രമാണം കാതലായ വിധത്തിൽ തിരുത്തണമെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള വിപത്ത് തിരുസഭ അധികാരം ദുരുപയോഗം ചെയ്യണം എന്ന നിലപാടാണ്. ഇത്തരമൊരു തെറ്റിനെ കൂട്ടർ എത്ര നിസ്സാരമായാണ് കാണുന്നത്. സ്ത്രീ പുരുഷ വിവേചനം ഇല്ലാതാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളെ പൗരോഹിത്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്റെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ആണ് സ്ത്രീ പൗരോഹിത്യവാദികൾ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അഥവാ കുദാശയെ സംബന്ധിച്ച കാതൽ പ്രമാണത്തിന്റെ കാര്യത്തിൽ സമകാലിക സമൂഹത്തിന്റെ ആപേക്ഷിക അംഗീകാരമോ രീതിയോ പ്രീതിയോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന പ്രതീതിയോ അല്ല തിരുസഭയ്ക്ക് ആധാരം. തിരുവചനത്തിലും പുരുഷ വ്യക്തിയായി അവതരിച്ച ദൈവമായ യേശു ക്രിസ്തുവിന്റെ മാതൃകയിലും മാത്രമാണ് തിരുസഭ അതിൻ്റെ അധിഷ്ഠാനം കാണുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഈ പ്രമാണം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: മാമോദിസ സ്വീകരിച്ചിട്ടുള്ള പുരുഷനു മാത്രമേ സാധുവായ വിധത്തിൽ തിരുപ്പട്ടം സ്വീകരിക്കാനാവൂ. എന്നാൽ 12 അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് കർത്താവായ യേശു പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. അപ്പസ്തോലന്മാരും തങ്ങളുടെ ശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരായി പുരുഷന്മാരെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. വൈദികർ പൗരോഹിത്യത്തിലൂടെ ഐക്യപ്പെട്ടു നിൽക്കുന്ന മെത്രാൻ സംഘവും അപ്പസ്തോലന്മാർ ചെയ്തതിന്റെ തുടർച്ചയാണ് നിർവഹിക്കുന്നത്. കർത്താവ് തന്നെ നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ ബാധ്യസ്ഥയായ സഭയ്ക്ക് ഇക്കാരണത്താൽ സ്ത്രീകൾക്ക് തിരുപ്പട്ടത്തിന്റെ പദവികളിൽ ഒന്നും നൽകുക സാധ്യമല്ല. യേശു അന്നത്തെ സംസ്കാരം അനുസരിച്ചാണ് സ്ത്രീകളെ തെരഞ്ഞെടുക്കാതിരുന്നെന്നോ ഒരുപടി ചാടിക്കടന്ന് യേശു സ്ത്രീകളോട് വിവേചനം കാട്ടിയെന്നോ പറയുന്നവർക്ക് തിരുസഭയിലെ പണ്ഡിതർ മറുപടി നൽകുന്നുണ്ട്. വേണ്ടത് ചെയ്യാൻ സംസ്കാരത്തിന്റെ പരിമിതിയാൽ ഭയന്നോ അറച്ചോ യേശുനാഥൻ മടിച്ചിട്ടില്ല. തൻ്റെ കാലത്തും മറ്റിടങ്ങളിലെ മതങ്ങളിലെങ്കിലും പുരോഹിതകൾ ഉള്ളത് അവിടത്തേക്ക് അജ്ഞാതമായിരുന്നുമില്ല. എങ്കിലും യേശു സ്ത്രീകളെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചില്ല. അവിടുന്ന് സ്ത്രീകളെ സ്ത്രീകളായതിനാൽ മാറ്റി നിർത്തിയിട്ടുമില്ല. നിരവധി ശുശ്രൂഷകൾക്ക് അവിടുന്ന് സ്ത്രീകളെ തെരഞ്ഞെടുത്തു. ഒടുവിൽ തൻ്റെ അന്ത്യസംസ്കാരത്തിന് നിർഭയരായി സാക്ഷിയാകുവാനും അതിനാൽ തന്നെ ഉയിർപ്പിന്റെ സദ്വാർത്ത ശിഷ്യരോട് പറയാനും അവിടുന്ന് സ്ത്രീകളെ നിയോഗിച്ചു. എന്നാൽ കൃപയുടെ നിറവുള്ള സ്വമാതാവിനെ പോലും അപ്പസ്തോല ദൗത്യത്തിനായി അഭിഷേകം ചെയ്തില്ല. ചില തിരുസഭാ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ
ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന കുദാശാവചനം അക്ഷരാർത്ഥത്തിൽ തന്നെ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ കുറിച്ച് പറയാൻ കഴിയുമായിരുന്ന പരിശുദ്ധ മറിയത്തിനെ പൗരോഹിത്യത്തിന്റെ അഭിഷേകം അവിടുന്ന് നൽകിയില്ല. യേശു ക്രിസ്തുവിന്റെ തനതു തെരഞ്ഞെടുപ്പ് ആധാരമാക്കി തിരുസഭയിൽ സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്നതും പാലിക്കുന്നതുമായ പവിത്രമായ പാരമ്പര്യവും സ്ത്രീ പൗരോഹിത്യത്തെ അംഗീകരിക്കുന്നില്ല. ആദിമസഭയിൽ അപ്പസ്തോലന്മാരും സ്ത്രീകളെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചിരുന്നു. എന്നാൽ അതൊന്നും കൈവപ്പ് വഴിയുള്ള പൗരോഹിത്യ അഭിഷേകത്താൽ നിയോഗിക്കപ്പെട്ട ദൗത്യങ്ങളായിരുന്നില്ല. പൗരോഹിത്യം എന്നത് തൊഴിൽ പോലെ എല്ലാവർക്കും അവകാശപ്പെട്ടതല്ല, അഥവാ ആർക്കും അവകാശപ്പെട്ടതല്ല. അത് ദാനമായി തെരഞ്ഞെടുപ്പിനാൽ ലഭിക്കുന്നതാണെന്ന് തിരുസഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അറിയുന്നവരാണ് ജർമ്മനിയിലെ കാലിടറിയ മെത്രാന്മാരടങ്ങുന്ന പൗരോഹിത്യ സമൂഹം. ഇത്ര തന്നെ വ്യക്തമാണ് സ്ത്രീ പുരുഷ വിവാഹമല്ലാത്ത വൈവാഹിക ബന്ധവും തിരുസഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം. അതറിയാവുന്ന ജർമ്മൻ സഭയിലെ ചിലർ നേരത്തെ തന്നെ സ്വവർഗ വിവാഹം ദേവാലയത്തിൽ കുദാശ ചെയ്ത് വിശ്വാസികളുടെ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. തിരുസഭയുടെ നിർദ്ദേശം സ്വീകരിച്ച് നിലപാട് തിരുത്താനോ പിന്തിരിയാനോ ഈ വിഭാഗം വൈദികരോ മെത്രാന്മാരോ തയ്യാറായില്ല. LGBTQ വിഭാഗങ്ങളെ സഭ ചേർത്ത് പിടിക്കണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളെ തങ്ങളുടെ അപഭ്രംശത്തിനുള്ള ന്യായീകരണമായി എടുത്തവർ ഒരു സത്യം സൗകര്യപൂർവ്വം അവഗണിച്ചു. അത് ലൈംഗിക അപഭ്രംശത്തെ ശരിവെക്കലല്ല, പാപകരമായ പ്രവണതയിലേക്ക് ബലഹീനതയാൽ വീണുപോയവരോടുള്ള പരിഗണന മാത്രമാണെന്ന കാര്യം അവർ പിന്നീട് വത്തിക്കാൻ നൽകിയ വ്യക്തമായ ശാസനകളും അവഗണിച്ചു. കാലാനുസൃതമായി ഈ വിഷയത്തിൽ നിലപാട് പരിഷ്കരിക്കാത്ത തിരുസഭ അനേകം സ്വവർഗ പ്രണയിനികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്കാണ് അവർ തങ്ങളുടെ ചിന്തയെ കഠിനമാക്കിയത്. സാധുവല്ലാത്ത സ്ത്രീ പൗരോഹിത്യം അഭിഷേചിച്ച് സഭ വിട്ട അമേരിക്കൻ മെത്രാനും ആ പൗരോഹിത്യം സ്വീകരിച്ച സ്ത്രീകളും അവരെ പിന്തുണയ്ക്കുന്നവരും ഭയാനകമായി നഷ്ടപ്പെടുത്തിയത് സാർവത്രിക സഭയിലെ ജീവന്റെ കൂട്ടായ്മയാണ്. ഇത്തരമൊരു പതനത്തിൽ നിന്ന് ജർമ്മൻ സഭയെ തിരുത്തിക്കാൻ വത്തിക്കാന്റെ താക്കീതിന് കഴിയുമോ? ആശങ്കയുടെ ചോദ്യം അവശേഷിക്കുന്നു. ആരാണ് ഇസ്രാ ജാബീസ്? പെട്ടെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ കഴിഞ്ഞ ആഴ്ച മോചിപ്പിച്ച പാലസ്തീൻ തടവുകാരി. കേരളത്തിലേതടക്കം ഹമാസ് പക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് പ്രകാരം ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്ക് തെളിവ് പാതിവെന്ത ശരീരവുമായി ഇസ്രയേൽ ജയിലിൽ നരക ജീവിതം കഴിച്ച ഇര. എങ്ങനെയെന്നാൽ കാറിൽ തീ പിടിച്ചു പൊള്ളലേറ്റ നിഷ്കളങ്കയായ സ്ത്രീയെ രക്ഷിക്കാനോ സഹായിക്കാനോ തയ്യാറാകാതെ ഇസ്രയേൽ പോലീസ് ജയിലിലാക്കി 11 വർഷത്തെ ശിക്ഷ വിധിച്ചു നരകിപ്പിച്ചു എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പണ്ടേ പുറത്തു വന്നിട്ടുള്ള കഥ വേറെയുണ്ട്. ജെറുസലേമിലേക്കുള്ള ഹൈവേയിൽ നിര തെറ്റിച്ച് സംശയകരമായി കാർ ഓടിച്ചു പോയ യുവതിക്ക് കാറിലെ വാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി. തീ പിടിച്ച് കത്തി കയ്യിലേന്തി നിന്ന സ്ത്രീയെ സഹായിക്കാനായി കത്തി താഴെയിടാൻ ഇസ്രായേലി സുരക്ഷാ പോലീസുകാരൻ പറഞ്ഞിട്ടും അവർ വഴങ്ങിയില്ല. അവരുടെ യാത്ര ആൾക്കൂട്ടത്തെ കൊല്ലാനുള്ള ശ്രമമായിരുന്നെന്ന് പോലീസ് വിശ്വസിക്കാനും സഹായം വൈകാനും കാരണമായത് ഈ പെരുമാറ്റം. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഇസ്രാ ജാബീസും ആശുപത്രിയിലാകേണ്ടി വന്നു. അവർ ശിക്ഷിക്കപ്പെട്ടതിൽ അത്ഭുതമില്ല. അത് വരുത്തി വെച്ചത് അവരുടെ തന്നെ സംശയകരമായ നടപടി. പക്ഷേ അതുമാത്രമല്ല കാരണം. ഇസ്രയേലി പൗരരെ നിഷ്കരുണം കൂട്ടക്കുരുതി നടത്തുന്ന പാലസ്തീനി ഭീകരതയുടെ നിരവധി അനുഭവങ്ങൾ ഇസ്രയേലിനുണ്ട്. കിബുട്സിൽ, നഗര ചത്തുരത്തിൽ ആളുകൂടുന്ന മറ്റിടങ്ങളിലൊക്കെ ചാവേർ ശൈലിയിൽ സ്ഫോടനം നടത്തി കുട്ടികളും സ്ത്രീകളും വയോധികരുമടക്കം സാധാരണക്കാരായ ഇസ്രയേലികളെ കൊന്നൊടുക്കിയ നിരവധി സംഭവങ്ങൾ. വീട് വീടാന്തരം കയറിയിറങ്ങി സർവരെയും വകവരുത്തിയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊലപാതകം ചെയ്തും 240ഓളം ഇസ്രയേലിയരെ തട്ടിയെടുത്തും ഒക്ടോബർ ആദ്യവാരം
ഹമാസ് ഭീകരർ ചെയ്തതിൻ്റെ നിരവധി മുൻപതിപ്പുകൾ, അവയൊക്കെ നേരിട്ട ഇസ്രായേലി പോലീസിനെ കത്തി വീശി നിൽക്കുന്ന സ്ഫോടനക്കാരിയെ ആക്രമണകാരി അല്ലാതെ കാണാൻ കഴിയാത്തതിൽ എന്ത് പിശക്? ഒരു വേള അവർ ചാവേർ അല്ലെങ്കിൽ കൂടി അത് വിശ്വസിക്കാൻ ഹമാസിനെ അന്ധമായി പിന്തുണയ്ക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ മോചിതയാകുമ്പോൾ ഹമാസ് പക്ഷം അത് പ്രചരണ വിഷയമാക്കുന്നതിൽ അത്ഭുതമില്ല. പക്ഷേ വാക്ക് ലംഘിച്ച് ഗാസയെ വീണ്ടും അസ്വസ്ഥമാക്കുന്ന ഹമാസിന്റെ എല്ലാം നുണകളുമായി ഗാസയിൽ എങ്ങനെ സമാധാനമെത്തും? എങ്ങനെ വെടിനിർത്തൽ ശാശ്വത യുദ്ധാന്ത്യമാകും? സ്വതന്ത്ര പാലസ്തീൻ എന്ന മുദ്രാവാക്യം തന്നെ കപടവും വ്യാജവുമാകുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ നേരെയാകും? ഹമാസിന്റെ കപട മുദ്രാവാക്യം തിരിച്ചറിയുന്നവരാണ് അറബ് ലോകം. സ്വതന്ത്ര പാലസ്തീൻ എന്ന വാക്കിന് ഹമാസ് ഉള്ളിൽ ഒളിപ്പിച്ച അർത്ഥം വേറെ. ഇസ്രയേൽ ഇല്ലാത്ത, യഹൂദരില്ലാത്ത സാമ്രാജ്യം. ഇസ്രയേലിന്റെ മുഴുവൻ ഭാഗവും പശ്ചിമ തീരവും ഗാസയുമെല്ലാം ഉൾപ്പെട്ട മതരാഷ്ട്രം. ചുരുക്കത്തിൽ ഇസ്രയേൽ മുക്ത, യൂതമുക്ത, മതാധിപത്യ രാഷ്ട്രം. അതാണ് അവരുടെ ഉള്ളിലിരിപ്പായ സ്വതന്ത്ര പാലസ്തീൻ. നദി മുതൽ സമുദ്രം വരെ പാലസ്തീനെ സ്വതന്ത്രമാക്കുമെന്നത് ജോർദാൻ നദിക്കും മധ്യധരനാഴിക്കും ഇടയിലുള്ള പ്രദേശത്തെ ആകെ ഉദ്ദേശിച്ച് പാലസ്തീൻ ദേശീയവാദികൾ ചുരുക്കി വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ്. അത് ഹമാസും പലസ്തീനി ഇസ്ലാമിക് ജിഹാദും ഏറ്റെടുത്തപ്പോൾ സൂചന മാറി. ഹമാസ് ലക്ഷ്യമിടുന്നത് നദി മുതൽ സമുദ്രം വരെയുള്ള പ്രദേശത്തെ യഹൂദ വംശജരുടെയും ഇസ്രയേൽ രാഷ്ട്രത്തിന്റെയും ഉന്മൂലനം. അത് തീവ്രാശയമായി കൊണ്ടു നടക്കുന്ന സ്വന്തം ചാർട്ടറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അവർക്ക് അതിൽ നിന്ന് വെറുതെ പിന്തിരിയാനാകുമോ? ആ ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർക്ക് ഗാസയിലെ ഭീകര പ്രവർത്തനം. അത് പോരാട്ടമല്ല, ഭീകരതയാണ്. അത് മോക്ഷദായകമായ ജിഹാദ് എന്ന് കരുതുന്നവരെ ആ ഐഡിയോളജിയുടെ തല തൊട്ടവർക്കല്ലാതെ ആർക്ക് പിന്തിരിപ്പിക്കാനാകും? പാലസ്തീനികൾക്ക് സ്വതന്ത്ര ദേശം നൽകാമെന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ എത്ര തവണ നിർദ്ദേശമുണ്ടായി. എത്രയോ തവണ ഇസ്രയേലും അതിനെ അനുകൂലിച്ചു. പക്ഷേ ഏതാനും അറബ് രാജ്യങ്ങളും യാസർ അറാഫത്ത് അടക്കം നേതാക്കളും അത് നിരന്തരം നിരാകരിച്ചു. യഹൂദരെ തുരുത്തി എല്ലാം കൂടി കൈക്കലാക്കാമെന്ന ചിന്തയാൽ. അതല്ലെങ്കിൽ എന്നെ പാലസ്തീനികൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രമുണ്ടായേനെന്ന് എത്ര വട്ടം വേണമെങ്കിലും പറയാം. ആ സത്യം മൂടി വെച്ച് സ്വതന്ത്ര പാലസ്തീൻ എന്ന മുറവിളി കൂട്ടുന്നത് രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറം മറ്റൊന്നുമല്ല. ഹമാസിനും ജിഹാദികൾക്കും ലോക പിന്തുണ നേടിയെടുക്കാനുള്ള അടവു തന്ത്രം മാത്രം. അല്ലെങ്കിൽ അവരുടെ ഭാഷയിലെ തക്കിയ. അവരുടെയൊക്കെ നേതാക്കൾ ലോകത്തെ കേൾപ്പിക്കാൻ ഇംഗ്ലീഷിൽ നടത്തുന്ന TV പ്രഖ്യാപനങ്ങളിലും അറബി ഭാഷയിൽ സ്വന്തം സമൂഹത്തോട് പറയുന്ന കാര്യങ്ങളിലും ഇരട്ടത്താപ്പുണ്ടെന്നത് ചിലരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണം. ഗാസ പ്രശ്നത്തിലെ ഈ കീറാമുട്ടി എന്നേക്കുമായി പരിഹരിക്കാൻ ഖത്തറിന്റെ നീച്ച് ഡിപ്ലോമസി എന്ന സുരക്ഷിത മധ്യസ്ഥ നയതന്ത്രം മതിയാകുമോ? ഖത്തർ സൈനിക ശക്തിയല്ല. അവരുടേത് വിരുദ്ധ ശക്തികൾക്ക് നടുവിൽ എല്ലാവർക്കും സ്വീകാര്യമായ മധ്യസ്ഥന്റെ വേഷം മാത്രം. ഒരേ സമയം അമേരിക്കയോടും ഇസ്രായേലിനോടും ബന്ധം, അതേ സമയം തന്നെ നേരിട്ടു കക്ഷിയാകാതെ ഹമാസിനും സഹായം. ഇങ്ങനെയൊരു സ്വീകാര്യത ഉപയോഗിച്ച് വെടിനിർത്തൽ സാധ്യമാക്കി. പക്ഷേ അത് താൽക്കാലികമെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഹമാസിന്റെ നിറം മാറുന്നേയില്ല. പാലസ്തീൻ ജനതയ്ക്ക് നാട് എന്നത് മാത്രമായി ഹമാസിന് ലക്ഷ്യം പരിമിതിപ്പെടുത്താൻ മധ്യസ്ഥർക്ക് കഴിയുമോ? ഇസ്രായേലിന്റെ ഉന്മൂലനം എന്ന തീവ്രാശയത്തിൽ നിന്ന് ഹമാസിനെ പിന്തിരിപ്പിക്കാനുള്ള ശേഷിയും ഒരുക്കവും അവർക്കോ ആർക്കെങ്കിലുമോ ഉണ്ടോ? അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ലോകത്തിന് ആശിക്കാനാകൂ. ഏത് പക്ഷത്തെയും ആവർത്തിക്കുന്ന ആൾനാശവും മനുഷ്യരുടെ തീരാ ദുരിതങ്ങളും ആരെയാണ് വേദനിപ്പിക്കാത്തത്? കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.